ഏ- ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഏറ്റവും പുതിയ ക്ഷേമ പെൻഷൻ്റെ വാർത്തകളാണ് ഈ വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ ക്ഷേമ പെൻഷൻ അന്വേഷണം ഒക്കെ വരുവാണ്. അർഹതയില്ലാത്ത കുറേ സർക്കാർ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ക്ഷേമ പെൻഷൻ വാങ്ങുന്നത് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ശ്രദ്ധപ്പെട്ടു. അപ്പോൾ ഇവർക്കുള്ള നടപടികൾ തുടങ്ങി കഴിഞ്ഞു. പലിശ അടക്കം ഇവരുടെ കയ്യിൽ നിന്ന് ഈടാക്കാനുള്ള നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു. അർഹതയില്ലാതെ വാങ്ങിക്കുന്ന ആളുകൾ ഇതുവരെ വാങ്ങിച്ച ക്ഷേമ പെൻഷൻ, കൃത്രിമമായി വാങ്ങിച്ച ക്ഷേമ പെൻഷൻ പലിശ അടക്കം, അതായത് 18% പലിശ അടക്കം ഇവരുടെ കയ്യിൽ നിന്ന് ഈടാക്കാനാണ് സാധ്യത. ഈ ഒട്ടേറെ നടപടികൾ വരുവാണ്. ആ നടപടികളെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. 5 നടപടികളാണ് പ്രധാനമായിട്ട് വരുന്നത്. അത് പാലിച്ചവർക്ക് മാത്രമേ ക്ഷേമ പെൻഷൻ കിട്ടുള്ളൂ. നിങ്ങളുടെ വീട്ടിൽ ഈ പറയുന്ന 5 കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ഷേമ പെൻഷൻ നഷ്ടപ്പെട്ടേക്കാം. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ മാസവരുമാനമാണ്. മാസവരുമാനം 1 ലക്ഷത്തിൽ കൂടുതലുള്ളവർക്ക് ക്ഷേമ പെൻഷൻ നഷ്ടപ്പെടും. രണ്ടാമത് ആഡംബര വീടുള്ളവർ, അതായത് വീട്ടിൽ AC ഉള്ളവർ, 2 നില കെട്ടിടമുള്ളവർ ഒക്കെ ക്ഷേമ പെൻഷൻ നഷ്ടപ്പെടും. പിന്നെ മക്കളോ മരുമക്കളോ ആരെങ്കിലും വിദേശത്തുണ്ടെങ്കിൽ അവർക്കും ക്ഷേമ പെൻഷൻ നഷ്ടപ്പെടും. പിന്നെ സ്ഥലം 2 സ്ക്വയർ ഫീറ്റിന് കൂടുതൽ, 2000 സ്ക്വയർ ഫീറ്റിന് കൂടുതൽ വീടുണ്ടെങ്കിൽ, അതായത് 2000-നും 1500-നും മുകളിൽ വീടുണ്ടെങ്കിൽ അവർക്കും ക്ഷേമ പെൻഷൻ നഷ്ടപ്പെടും. പിന്നെ മാസ മസ്റ്ററിങ് നിർബന്ധമാക്കിയിരിക്കുകയാണ്. ഈ പെൻഷൻ വാങ്ങുന്ന ആള് മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് ക്ഷേമ പെൻഷൻ അർഹതയില്ലാതെ വാങ്ങിക്കുന്ന ബന്ധുക്കൾ വാങ്ങിക്കണമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ മാസ മസ്റ്ററിങ്, അതായത് വീടുകളിൽ സ്വീകരിക്കുന്ന ആളുകൾക്ക് മാത്രമാണ് ഈ മാസ മസ്റ്ററിങ് വരുന്നത്. പിന്നെ ഒരുപാട് കാര്യങ്ങൾ വേറെയുണ്ട്. 4 ചക്ര വാഹനമുള്ളവർ, അതായത് 1500 cc ഉള്ളിൽ, 1500 cc മുകളിലുള്ള 4 ചക്ര വാഹനമുള്ളവരൊക്കെ ക്ഷേമ പെൻഷന് പുറത്താവുകയാണ്. അപ്പോൾ ഈ മാസത്തെ ക്ഷേമ പെൻഷൻ 20-30 വിതരണം ആരംഭിക്കുക. അതായത് നാളെ തൊട്ട് നടപടികൾ തുടങ്ങും. അപ്പം മാസ്റ്ററിങ് ചെയ്ത് എല്ലാവർക്കും തുക എത്തിച്ചേരും. ആദ്യമായിട്ട് ഈ ചാനലാണ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുക. ഞാനിടുന്ന ഓരോ വീഡിയോ നിങ്ങൾ തേടി എത്താൻ ബെല്ലൈക്കൻ നിങ്ങൾ എനേബിൾ ചെയ്ത് വയ്ക്കുക. നന്ദി, നമസ്കാരം.